മഴ സംസ്ഥാനത്ത് ഇടതടവില്ലാതെ അങ്ങനെ തുടരുന്ന പശ്ചാത്തലം കൂടി നമ്മൾ ഈ വാർത്തകളോട് ചേർത്ത് വെക്കണം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാലക്കാട് ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ മരം വീണ് വീട് തകർന്നു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. പാലക്കാട്, പറമ്പിക്കുളം, ആളിയാർ ഡാമുകളുടെ ഷട്ടറും ഉയർത്തിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, നാടെങ്ങും മഴയാണ്. എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ 2-3 ദിവസമായി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം നാശനഷ്ടങ്ങളും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കാരണം മഴ വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരല്പസമയം അതിനൊരു ആശ്വാസമായിട്ടുണ്ടെന്നതേ ഉള്ളൂ. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. രാവിലെയും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ, പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഇവിടെ കൂടുതലായും തന്നെ നഗരമധ്യത്തിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടിയും മറ്റിടങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ടും എല്ലാം തന്നെ വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഈ നഗരത്തിന് പുറത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെയും തീരമേഖലയിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചെല്ലാനവും വൈപ്പിൻ മേഖല, ഇടവനക്കാട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ളൊരു വേലിയേറ്റ സമയത്ത് കടലാക്രമണം രൂക്ഷമാണ്. ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ പോകുന്നു. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടോ എന്നതിന് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് എറണാകുളം ജില്ലയിലടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോഴും എല്ലാം തന്നെയും മഴ വളരെ ശക്തമായ സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പത്തനംതിട്ടയും അതോടൊപ്പം തന്നെ കോട്ടയം, എറണാകുളം ജില്ലകളിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ നാശനഷ്ടങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പത്തനംതിട്ടയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും മുകളിലേക്കാണ് വീണിട്ടുള്ളത്. വ്യാപകമായ രീതിയിൽ തന്നെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. റാന്നി, അടൂർ, കോന്നി തുടങ്ങിയ മേഖലകൾ, വടശ്ശേരിക്കര, പന്തളം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 400ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം ഒടിഞ്ഞു വീണിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലുമെല്ലാം എന്നാണ് KSEB തന്നെ നൽകുന്ന വിവരങ്ങൾ. ഗതാഗതം പലയിടങ്ങളിലും തന്നെ സ്തംഭിച്ചിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാലക്കാടും ഈ രീതിയിൽ തന്നെയാണ് പാലക്കാടും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ മംഗലം ഡാം ചിറ്റടി റോഡിന് കുറുകെ മരം വീണേറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ കാത്തിരിപ്പ് കേന്ദ്രം, ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചൊരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഇത് തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ അവിടങ്ങളിലെല്ലാം തന്നെയും പാലക്കാട് ഒലവക്കോടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങൾ എല്ലായിടത്തും തന്നെ അത് ഉണ്ടായിരിക്കുന്നു. പത്തനംതിട്ടയിൽ തന്നെ പുഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ മുറ്റത്ത് ദ്രവിച്ചിരുന്ന മരം കടപുഴകി വീണിട്ടുണ്ട്. അങ്ങനെ നാശനഷ്ടങ്ങളുടെ വലിയ കണക്കെടുപ്പ് തന്നെയാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് ഉള്ളത്. എല്ലായിടത്തും തന്നെ ഈ രീതിയിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ അവിടേക്ക് ഹൈ റേഞ്ചിലേക്ക് പോകുന്ന യാത്രക്കാരടക്കം ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡാമുകളിൽ വെള്ളം നിറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശക്തമായ മഴ ഇനി 5 ദിവസം കൂടി തുടരും എന്ന രീതിയിൽ തന്നെയാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്. എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയടക്കമുള്ള 5 ജില്ലകളിൽ വരുന്ന 2 ദിവസങ്ങളിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രഞ്ജിത്ത, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.